കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രത്യേക സൈനിക വിമാനത്തിലാകും മൃതദേഹം ഡൽഹിയിൽ നിന്നും എത്തിക്കുക. ദുരന്തത്തിൽ മരിച്ച 49 പേരിൽ 46 പേരും ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിച്ചു. 3 പേർ ഫിലിപ്പീൻസ് സ്വദേശികളാണ്. മരിച്ച 23 മലയാളികളെ തിരിച്ചറിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് കത്തിയെരിഞ്ഞത് എത്രയെത്ര സ്വപ്നങ്ങളാണ്. നാടും വീടും ഉപേക്ഷിച്ച് പ്രവാസലോകം ആഗ്രഹിച്ചവരല്ല ഇവർ. നിലനിൽപ്പിനു വേണ്ടി, ജീവനു വേണ്ടിയുള്ള പലായനമായിരുന്നു. ആഗ്രഹങ്ങളും ചെയ്തു തീർക്കാനുള്ള കടമകളും ബാക്കിവെച്ച് അവർ മടങ്ങി മറ്റൊരു പ്രവാസത്തിന്, ഇനിയൊരു മടക്കമില്ലാത്ത മരുഭൂമിയിലേക്ക്. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാ മൃതദേഹങ്ങളും ഉറ്റവരുടെ കൈകളിലെത്തിക്കാനുള്ള രാപ്പകൽ അധ്വാനത്തിലാണ് ഉദ്യോഗസ്ഥരും ഭരണകൂടങ്ങളും. ദുരന്തഭൂമിയിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റ് ആഭ്യന്തര വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. മരിച്ച 49 പേരിൽ 46 പേർ ഇന്ത്യക്കാരും 3 പേർ ഫിലിപ്പീൻസുകാരുമാണെന്ന് വൈകുന്നേരത്തോടെ സ്ഥിരീകരിച്ചു. മരിച്ച ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും മലയാളികളാണ്. പത്തനംതിട്ട സ്വദേശികളായ 6 പേർ അപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് മറ്റ് മലയാളികൾ. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 30 പേരിൽ 4 പേരെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചു. 9 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 18 പേർ അപകടനില തരണം ചെയ്തു. 5 ആശുപത്രികളിലായാണ് പരിക്കേറ്റവർ കഴിയുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നതോടെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും. പ്രയോറിറ്റി എന്ന് പറയുന്നത് മരിച്ചവരുടെ മൃതദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കുവൈറ്റ് ഗവൺമെന്റിനോട് ചേർന്നു. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണവും വേഗത്തിലാക്കി. കെട്ടിട ഉടമ, കമ്പനി ഉടമ, സുരക്ഷാ ജീവനക്കാരൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് 49 പേരുടെ ജീവനെടുത്ത തീപിടുത്തം. ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള നടപടി രാജ്യം സ്വീകരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരിട്ട് തന്നെയാണ് പലയിടങ്ങളിലും പല തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നത്. മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.